മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ഡ്യൂട്ടിക്കിടെ ഹോംഗാർഡിന് മർദ്ദനം. വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് ഉണ്ണികൃഷ്ണനാണ് മർദ്ദനമേറ്റത്. എടവണ്ണപ്പാറ സ്വദേശി സജി മലിയെ വാഴക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ് പറയുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അഷ്കർ അൽരിമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഷ്കർ, നല്ല രീതിയിൽ ഹോംഗാർഡിനെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എപ്പോഴാണ് സംഭവം? മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? അപർണ, ഇന്ന് വൈകുന്നേരം 6:30ഓടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. എടവണ്ണപ്പാറ എന്ന് പറയുന്നത് തന്നെ വലിയ ജനത്തിരക്കേറിയ അല്ലെങ്കിൽ വാഹനക്കേറിയ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡായിട്ടുള്ള ഉണ്ണികൃഷ്ണനും ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഹോംഗാർഡിന് നേരെയുമാണ് ഇത്തരത്തിൽ അതിക്രമം ഉണ്ടായത്. എടവണ്ണപ്പാറ സ്വദേശി തന്നെയായിട്ടുള്ള സജി മലിയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ ഹോംഗാർഡുമായി കയ്യാങ്കളിൽ ഏർപ്പെടുന്ന യുവാവ്. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പലതരത്തിലുള്ള കേസുകളുണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഒരു തരത്തിൽ ഗുണ്ടായിസം എന്ന രീതിയിലും സമാനമായ രീതിയിൽ ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ അതിക്രമങ്ങളും അക്രമങ്ങളും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് എന്നും പോലീസ് പറയുന്നു. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ വൈകുന്നേരം 6:30ഓടെ എടവണ്ണപ്പാറ നഗരത്തിലെത്തിയ പ്രതി പിന്നീട് ഈ ഗാർഡുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അതൊരു കയ്യാങ്കളിൽ കലാശിക്കുമായിരുന്നു. പിന്നീട് ഇയാളെ നിയന്ത്രിക്കാൻ ശ്രമിച്ച ഹോംഗാർഡ് ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഹോംഗാർഡിനും ഇയാൾ നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇയാള് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിൽ തന്നെ ഹോംഗാർഡ് 2 തവണ റോഡിൽ മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ അയാളെ തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഉടൻ തന്നെ വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇയാളെ ബലപ്രയോഗത്തിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്തും ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ഇയാൾ അമിതമായ തോതിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകാൻ ഒരുങ്ങുകയാണ്. അപർണ. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.